2 നിലകളിലായി നാഷണലും ഇന്റർനാഷണലുമായ എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ജസൽ ഒപ്റ്റിക്കൽസിൽ ലഭിക്കുന്നു. പിന്നെ വിൽപ്പനാനന്തര സേവനത്തിലായാലും നമ്പർ 1 ആണ് ജസൽ ഒപ്റ്റിക്കൽസ്. തലമുറ എത്ര മാറിയാലും കൃത്യമായ വ്യക്തമായ കാഴ്ചയുമായി ജസൽ ഒപ്റ്റിക്കൽസ് എന്നും കൂടെയുണ്ടാകും. നാഷണലും ഇന്റർനാഷണലുമായിട്ടുള്ള എല്ലാ കമ്പനികളുടെയും ലെൻസും ഫ്രെയിമും ന്യായമായ വിലയ്ക്ക് ലഭിക്കുന്ന കൊച്ചിയുടെ സ്വന്തം ഒപ്റ്റിക്കൽ ഷോറൂം ജസൽ ഒപ്റ്റിക്കൽസ്. ജസൽ ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് TB ഹോസ്പിറ്റൽ, കരിവേലിപ്പടി, കൊച്ചി. CPIM കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സീതാറാം യെച്ചൂരി MM ലോറൻസ് അനുസ്മരണം സംഘടിപ്പിച്ചു. CPIM കൊച്ചി ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സീതാറാം യെച്ചൂരി MM ലോറൻസ് അനുസ്മരണം സമ്മേളനം സംഘടിപ്പിച്ചു. സീതാറാം യെച്ചൂരിയുടെ CPIM-നും ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കും അതിനകത്തെ ജനാധിപത്യ ഇന്ത്യക്കും കടുത്ത നഷ്ടമാണ് ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. യെച്ചൂരി ആന്ധ്രാപ്രദേശിലെ ഒരു സമ്പന്ന കുടുംബത്തിൽ തന്നെയാണ് ജനിച്ചത്. പിതാവ് ഒരു ഉയർന്ന റെയിൽവേ ഉദ്യോഗസ്ഥനായിരുന്നു. നന്നായി പഠിക്കുമായിരുന്നു എല്ലാ കാര്യത്തിലും. മാതാപിതാക്കൾക്ക് യെച്ചൂരിയുടെ ഭാവി വളരെ പ്രതീക്ഷകളായിരുന്നു. അങ്ങനത്തെ ഒരു യുവാവാണ് ഇടതുപക്ഷ പ്രസ്ഥാനത്തിലേക്ക് കയറി വന്നത്. യെച്ചൂരി വളരെ ചെറുപ്പത്തിൽ തന്നെ പേരിൻ്റെ കൂടെയുള്ള വാലെടുത്ത് കളഞ്ഞു. ഈ രാമറാമു എന്ന് പറയുന്നതാണ് അവിടെ വലിയ സമയക്കാട്ട് വരുന്നത്. അദ്ദേഹം ഉപേക്ഷിച്ചു. ഒരു യെച്ചൂരി എങ്ങനെ വന്നതാണ് പിന്നെ പലർക്കും സംശയം. യെച്ചൂരി എന്ന് പറയുമ്പോൾ ഓർമ്മത്തുള്ളത് പല സമയങ്ങളാണ്. പക്ഷെ അതല്ല. യെച്ചൂരി എന്ന് പറയുന്നത് ആന്ധ്രാപ്രദേശിലെ സീതാറാം ജനിച്ചൊരു ഗ്രാമമായിരുന്നു. ആ ഗ്രാമം ഒരു വലിയ പ്രളയത്തിൽ ഒഴുകിപ്പോയി. വയനാട് സംഭവിച്ചത്. ആ ഗ്രാമത്തിൻ്റെ പേരാണ് യെച്ചൂരി. അതാണ് പേരിൻ്റെ കൂടെ സ്വീകരിച്ചത്. യെച്ചൂരിയെ നമ്മൾ സ്മരിക്കുന്നത് പോലെ തന്നെയാണ് ആ പേര് ഈ സീതാറാമനെ നമ്മൾ സ്മരിക്കുന്ന പോലെ യെച്ചൂരി എന്ന പേര് നമ്മൾ ഒരിക്കലും മറക്കുന്നത്. അതാണ് ആ ഗ്രാമത്തിൻ്റെ ഏറ്റവും ഭാഗ്യമുള്ളത്. വളരെ വ്യത്യസ്തങ്ങളായി SFI പ്രസ്ഥാനത്തിലൂടെ ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച് പഠിച്ച് ധീരമായി പ്രവർത്തിച്ചു വന്ന് CPM-ൻ്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയായി പ്രവർത്തിച്ച് നമ്മുടെ രാജ്യത്തിൻ്റെ മതേതരത്വം സംരക്ഷിക്കുന്നതിന് CPIM കൊച്ചി ഏരിയ സെക്രട്ടറി KM റിയാദ് ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം ജോൺ ഫെർണാണ്ടസ്, KJ മാക്സി MLA, കോൺഗ്രസ് നേതാവ് N വേണുഗോപാൽ, CPI നേതാവ് TC സഞ്ജിത്ത്, മുസ്ലിം ലീഗ് നേതാവ് അഡ്വക്കേറ്റ് മുഹമ്മദ് ഷാ, കേരള കോൺഗ്രസ് M സംസ്ഥാന സെക്രട്ടറി MM ഫ്രാൻസിസ്, CD നന്ദകുമാർ, CPI ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം TK ഷബീബ് എന്നിവർ സംസാരിച്ചു. വിശ്വാസികൾ അധികാരത്തിലിരുന്ന ഘട്ടങ്ങളിലൊക്കെ തന്നെ ശ്രീലങ്കയിൽ ഹിംസ എന്നുള്ളത്, അഹിംസയാണ് പരമപ്രധാനം എന്നാണ് ബുദ്ധമതം മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ഹിംസ അത് നിത്യസംഭവമായി മാറിയ നാടാണ് ശ്രീലങ്ക. ഏറ്റവും നിർണായകമായ പങ്ക് ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്, ഇന്ത്യയിലെ ഇടതുപക്ഷത്തിന്, ഇന്ത്യയിലെ ജനാധിപത്യ വിശ്വാസികൾക്ക് പകർന്നു നൽകുകയായിരുന്നു സഖാവ്. ഇടതുപക്ഷ പ്രസ്ഥാനത്തെ തന്നെ ആ UPA സർക്കാരിൽ നിന്നും മാറ്റുന്നതിനും അതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്നതിനും ഒക്കെ നേതൃത്വം കൊടുത്ത ഒരു വ്യക്തിത്വം എന്നുള്ള രീതിയിൽ യഥാർത്ഥത്തിൽ ഇവിടെ അനുശോചന പ്രമേയം വായിച്ചപ്പോൾ VC ബിജു അനുശോചന പ്രമേയം അവതരിപ്പിച്ചു. ന്യൂസ് ബ്യൂറോ, തോപ്പുംപടി.